അളിയാ ചെലവ് വണ്ടി എടുത്തേ അതൊക്കെ തരാം. ആട്ടെ വണ്ടി എന്തിയാടാ? ഞാൻ അനദർ ദാൻ മൈ ഇലക്ട്രിക് സ്കൂട്ടർ. അല്ല ഇതിന് കിണിക്കാൻ വേണ്ടി എന്ത് നീ ആയിട്ടാ ഈ ഇലക്ട്രിക് സ്കൂട്ടർ മേടിച്ചത്? ഇതിന് സബ്സിഡി ഉണ്ടോ? ഇതൊരു വല്ലാത്ത ഓട്ടി തരുമ്പോ പിന്നെ 1 കിലോമീറ്ററിന് 2 പൈസ ആവത്തുള്ളൂ. അതിന് എടാ ഞാനിപ്പോ ഒരു ബുള്ളറ്റോ ഡൂക്കോ പോലെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു 100 രൂപയ്ക്ക് പെട്ടോടിക്കുള്ള ഗതി നിങ്ങൾക്കുണ്ടോ? അതില്ല. ഇതാവുമ്പോ പിന്നെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ബില്ലിന്റെ കൂടെ അച്ഛനങ്ങ് അടച്ചോളും. അപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് എവിടെ വേണമെങ്കിലും പോവാ. ശരിയാ അവൻ പറയുന്നതിൽ കാര്യമുണ്ട് കേട്ടോ. അതാണ്. അപ്പൊ പെട്രോൾ അടിക്കുന്ന പൈസക്ക് നമുക്ക് ഫുഡ് അടിക്കാം. എടാ എന്നാ വണ്ടി എടുക്കും, നമുക്ക് പോവാം. അത് പിന്നെ കുറച്ച് ടൈം ഒന്ന് കുത്തി ഇടണം, എന്നാലേ പോകാൻ പറ്റത്തുള്ളൂ. എടാ പെട്ടെന്ന് ചാർജ് കേറോടെ ഇതിനൊക്കെ. ഫാസ്റ്റ് ചാർജിങ് ഉണ്ട് കേട്ടോ. ഓ എത്ര സമയം എടുക്കും? 4 മണിക്കൂർ. ഇതാണ് ഫാസ്റ്റ് ചാർജിങ്. നമ്മൾ ഈ പറഞ്ഞ ദേവദൂത് സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഒരു 3/4% ചാർജ് ആയിരിക്കും. പഴയ പടമാണെങ്കിൽ എന്തൊരു ഫീലാടാ. രോമം താണ്ട് ഇപ്പോഴും എണ്ണീറ്റിരിക്കോ, താഴുന്നില്ല. കണ്ടോ ഫുൾ ചാർജ് കണ്ടോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പെട്ടെന്ന് ചാർജ് ആവുമെന്ന്. ഓക്കെ പച്ചമാരെ കയറിക്കോ. എടാ വണ്ടി കയറാ. എന്താടാ എനിക്ക് കംപ്ലൈന്റ് വല്ലതും ആണോ? ഒരു കാര്യം ചെയ്തേ, എടാ നീ ഇറങ്ങി, ജസ്റ്റ് ഒന്ന് ഇറങ്ങി. അതായിരുന്നു ഈ 3 പേരെ കൊണ്ട് പോകുന്നത് കുറ്റവരെ വന്ന് അറിയത്തില്ലയോ? IPC എത്ര 1.5 ലക്ഷം 0 പോയിന്റ്. അതിനിതിപ്പോ ഇലക്ട്രിക് സ്കൂട്ടർ അല്ലയോ, അതിന് കുഴപ്പമൊന്നും ഇല്ലായിരിക്കും. അങ്ങനല്ല, എല്ലാ ഇലക്ട്രിക് സ്കൂട്ടറിനൊന്നും അങ്ങനെ പറ്റത്തില്ലായിരിക്കും. പിന്നെ ഇന്നാള് ഞാൻ ഒരു ചെലവ് വിളിച്ചപ്പോ നീ വന്നില്ലല്ലോ. പിന്നെ നീ എന്തിനാ ഇപ്പം വന്നേ? പോടാ പട്ടി. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇന്ന് പോത്തില്ല. നിന്റെ ചെലവ് തിന്നിട്ടേ ഞാൻ ഇന്ന് പോത്തുള്ളൂ. ഞാൻ കൊണ്ടുത്തില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ഈ വണ്ടിയാണ് സത്യം. ഞാൻ ഈ വണ്ടിയും കൊണ്ട് എന്തായാലും ഇലക്ട്രിക് സ്കൂട്ടർ ആയതുകൊണ്ടേ ചെറിയ പോറല് മാത്രമേ പറ്റുള്ളൂ. മെയിൻ്റെനൻസ് കുറവാണല്ലോ. എടാ അല്ലടാ, അവന്റെ തലയിൽ നിന്നാണ് ചോര വന്ന് മൂക്കി നിന്നാണ് ചോര വന്നേ. എന്തായാലും അവൻ കരഞ്ഞോണ്ടാ പോയത്. നീ കയറി, നമുക്ക് പോകാം. പോകുന്ന വഴിക്ക് എന്നെ കൊല്ലുവാടാ. എടാ ഇനി കുഴപ്പമില്ല, നമ്മൾ രണ്ടും മാത്രമേ ഉള്ളൂ. നീ കയറി ഇങ്ങോട്ട്. ശരിക്കും ഞാനേ ഈ വണ്ടി എടുത്ത എന്റെ പെങ്ങടെ മോന് വേണ്ടിയാ. 1.5 വയസ്സുള്ള ആ കുരുപ്പിന് വേണ്ടിയോ? ഇതെന്തോ കളിപ്പാട്ട വണ്ടിയാണോ? എടാ മണ്ട, ഈ ഒരു വണ്ടിക്കകത്ത് പാട്ട് കേൾക്കും. ആ പാട്ട് കേൾപ്പിച്ചാണ് ചോറ് കൊടുക്കാം, മനസ്സിലായോ? ഓ നമുക്ക് വഴി തെറ്റിയെന്ന് തോന്നുന്നു കേട്ടോ. എടാ ഗൂഗിൾ മാപ്പിലെ ഇത്ര വഴി കാണിക്കുന്നുള്ളടാ. ഇനിയിപ്പോ തിരിക്കാം. ഞാൻ വലിക്കാം. വലിക്കണ്ട, വിട്. നോക്ക്, റിവേഴ്സ് വരെ ഉണ്ട്. ഇട് കേറങ്ങോട്ട്. റിവേഴ്സ് ഇടാതെ ഫ്രണ്ടിലോട്ട് എടുക്ക വണ്ടി. പക്ഷെ നീങ്ങുന്നില്ല അങ്ങോട്ട്. കുഴി പോടാ. നീ ഇറങ്ങി തള്ളേ. ഇതിപ്പോ റിവേഴ്സ് മാത്രമേ വർക്കാവത്തുള്ളൂ ഈ വണ്ടിക്ക്. എടാ കുഴപ്പമില്ല, അടുത്ത കയറ്റം വരുമ്പോളേ നീ ഇരുന്നോ, ഞാൻ തള്ളിക്കോളാം. നീ എന്തിനാ കണക്കുന്നത്? ഞാനല്ലേ കണക്കുന്നത്. ഇവിടെ അടുത്ത് വെള്ളം കുടിക്കാം. വെള്ളം. ഞാൻ കണ്ടോ, കയറ്റം മാത്രമല്ല ഇറക്കം ഉണ്ട്. കൈ കൊടുക്കേണ്ട ആവശ്യമില്ല, ഇറങ്ങിയ നോക്കോളൂ. ഇറക്കം മാത്രല്ലടാ, റേസിംഗ് കൊടുക്ക്, നല്ലതായിട്ട് കൊടുക്കണ കാല കൊടുക്ക്. ഇല്ല, തീർന്നു. അടുത്ത വട്ടെ സത്യമായിട്ട് നിന്നെ വെച്ച് ഉരുട്ടാൻ കേട്ടോ. അടുത്ത വട്ടം എനിക്ക് നാരങ്ങ വെള്ളം മേടിച്ചാ. അടുത്ത വട്ടം നീ വിട്ട് നാരങ്ങ മേടിച്ച, നീ ഇങ്ങോട്ട് വന്ന്. എടാ പൊല്യൂഷൻ വരത്തില്ലടാ, നമ്മളെ ഭൂമിയെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇതിപ്പോ 4ാമത്തെ നാരങ്ങ വെള്ളം കേട്ടോ. ഇത് 50ാമത്തെ കേറ്റവാ കേട്ടോ, അതും കൂടെ ഓർക്കണം. എന്തുവാ ഈ നാട്ടിലെ കേറ്റം മാത്രമേ ഉള്ളടാ. കേറ്റോ ഒന്നുകൂടെ തെള്ളുവോ? അടുത്ത വട്ടം ഉറപ്പായിട്ട് നിന്നെ വെച്ച് തെള്ളാം. അവന്റെ വീട്ട് മോന്തടിച്ച് വീണാ മതിയായിരുന്നു, ഹോസ്പിറ്റലിൽ റെസ്റ്റ് എടുക്കാൻ. ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് ചാവണ്ടായിരുന്നു പുല്ല്. ട്രിപ്പിനൊന്നൊരു പയ്യനല്ലയോ, ഒടിഞ്ഞു കുത്തി ഇരിക്കുന്നുണ്ടോ? ഇതിന്റെ വൈബില്ല. ചേട്ടാ ഇവിടെ കയറ്റമല്ല ഇറക്കമൊന്നുമില്ലയോ? സ്ഥലത്തിന്റെ പേര് തന്നോ? ഇടമല. ഇവിടെ ഫുൾ കയറ്റം മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് കഴിഞ്ഞാൽ 15 കയറ്റം, ഇങ്ങോട്ട് കഴിഞ്ഞാൽ 10 കയറ്റം. അവിടെ ഇച്ചിരി കുറവാണ്, 6 കയറ്റമേ ഉള്ളൂ. അപ്പൊ ഇറക്കം ഈ കയറ്റം എല്ലാം കയറിയിട്ട് തിരിച്ചു വരുമ്പോൾ ഇറക്കം വരും. ഇവിടെ ഓട്ടോയൊന്നും ഇല്ലയോ? ഓട്ടോ ഈ റോഡിലൊന്നും ആരും വരാറില്ല. നിങ്ങൾ ആദ്യമായിട്ട് തന്നെ കാണോ വണ്ടിക്കകത്ത്? നല്ല ബിരിയാണി ആയിരുന്നു ഇല്ലയോ? പിന്നെ അതെ,
നമ്മൾ ക്ഷീണത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് എത്ര രൂപയ്ക്ക് കഴിച്ചു? ഒരു 10-700 രൂപയ്ക്ക് തിന്നു കാണും നമ്മളെല്ലാം കൂടെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിലും ഭേദം പെട്രോൾ വണ്ടി അല്ലായിരുന്നു നല്ലത്? 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചായിരുന്നെങ്കിൽ 200 രൂപയ്ക്ക് ഫുഡും കഴിച്ച് ലാവിഷായിട്ട് പോയിട്ട് വരായിരുന്നു. ഇതിപ്പോ എത്ര രൂപ ചെലവായി? 700 രൂപ. അല്ല, ഈ കറണ്ട് ബില്ല് അച്ഛനല്ലേ അടയ്ക്കുന്നത്? ആ കയറ്റം ഉണ്ടല്ലോ, അച്ഛനല്ല നടക്കുന്നത്, ഞാനാ. എടാ ഇവർക്കേ പവറൊക്കെ ഉള്ള വേറെ വണ്ടി ഉണ്ടാ. എന്നിട്ടെന്താ അത് മേടിക്കാങ്ങ? റേറ്റ് വെച്ച് നോക്കിയപ്പോ ഇത് കുറവായത്, അപ്പൊ അങ്ങനെ എടുത്ത വണ്ടി എന്തോടാ പമ്മുന്നത്? അയ്യോ, റേഞ്ച് തീരാറായി. എന്തോ റേഞ്ച്? ചാർജ് തീരാറായിരുന്നു. എടാ ഇനിയിപ്പോ എന്തോ ചെയ്യോടാ? നമുക്കേ എവിടെയെങ്കിലും ചാർജിങ് സ്റ്റേഷൻ ഉണ്ടോ നോക്കിയാലോ. ചേട്ടാ ഇവിടെ ഇലക്ട്രിക് വണ്ടിയുടെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ടോ? എടാ ഇവിടെ പെട്രോൾ പമ്പ് ഇല്ല, അപ്പോഴാ ചാർജിങ് സ്റ്റേഷന്. ആണോ? ചുമ്മാ വണ്ടിയും കൊണ്ട് ഇറങ്ങിയേക്കുവാ. ഓടാ. എടാ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ എവിടെയെങ്കിലും ഒരു വീട്ടിലെ കുത്തിയിടായി വണ്ടി. അതൊരു ഐഡിയ കേട്ടോ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്തുവാ? കേബിള് വീട്ടിരിക്കും. 60 കിലോമീറ്റർ അപ്പുറമായി നമ്മൾ. നമ്മുടെ വണ്ടി വന്ന് ആരും എടുത്തോണ്ട് പോന്നു. ശ്രീമുരുക ഫിനാൻസിലായിരുന്നേ, വണ്ടിക്ക് എടുക്കുക കേട്ടോ. വണ്ടി എടുക്കുവാണോ? അയ്യോ, പൈസ അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കോടാ.